ഒടുവിൽ പാകിസ്ഥാൻ സമ്മതിക്കുകയാണ്, കാർഗിൽ യുദ്ധം ഞങ്ങൾ നടത്തിയതാണ്, ഞങ്ങൾക്കതിൽ പങ്കുണ്ട്, ഞങ്ങളുടെ സൈന്യമാണ് ആ യുദ്ധം ചെയ്തത്. ഇതുവരെ അവർ സമ്മതിച്ചിരുന്നില്ല. തീവ്രവാദികൾ പാകിസ്ഥാൻ്റെ പട്ടാള യൂണിഫോമിൽ നുഴഞ്ഞു കയറി നടത്തിയ യുദ്ധമാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വെള്ളിയാഴ്ച റാവൽപിണ്ടിയിൽ അവിടുത്തെ പട്ടാള മേധാവി ജനറൽ അസീം മുനീർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഒന്നിൽ മനഃപൂർവ്വം പറഞ്ഞതാവാം അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞതാവാം, എന്തായാലും ആദ്യമായി അദ്ദേഹം ആ പ്രസംഗത്തിലൂടെ സമ്മതിക്കുകയാണ്. പട്ടാള മേധാവി ജനറലാണ് അദ്ദേഹം. പറയുന്നു 99 കാർഗിൽ യുദ്ധത്തിൽ 48, 65, 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആ യുദ്ധത്തിലോ അല്ലെങ്കിൽ 99 കാർഗിൽ യുദ്ധത്തിലോ നമ്മുടെ ആയിരക്കണക്കിന് സൈനികർ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. കാർഗിൽ യുദ്ധവും അതിലേക്ക് വരികയാണ്. നമ്മുടെ ആയിരക്കണക്കിന് സൈനികർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് യുദ്ധം ചെയ്തത് നമ്മളാണ്, പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പോൾ ഇതുവരെ സമ്മതിക്കാഞ്ഞതിൻ്റെ ഒരു കാര്യം, ഇത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് ഈ യുദ്ധം പാകിസ്ഥാൻ നയിച്ചതാണെന്നറിയാം. ടെററിസ്റ്റുകൾ മാത്രം നയിക്കുന്ന യുദ്ധമല്ലായിരുന്നല്ലോ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നല്ലോ. കാരണം ആ യുദ്ധം എത്ര കാലം നീണ്ടുകിടന്നറിയാം, ഏകദേശം 1 വർഷത്തോളം നീണ്ടുന്ന യുദ്ധമാണ്. 1 വർഷത്തിനപ്പുറം പോയെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതിൻ്റെ കാലയളവ് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഈ നുഴഞ്ഞ് അന്ന് കയറിയ ആളുകൾ കൃത്യമായി, അതായത് പട്ടാളം എങ്ങനെ, ഒരു പട്ടാളത്തിന്റെ പരിശീലനം കിട്ടിയ ആളുകൾ എങ്ങനെയാണോ, അല്ല ഇവര് വാദിച്ചിരുന്നത് തീവ്രവാദികളാണെന്നാണല്ലോ. പക്ഷെ അന്ന് പട്ടാളം എങ്ങനെയാണോ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയിലായിരുന്നു അവരുടെ അറ്റാക്ക്. ഒരിക്കലും ഒരു തീവ്രവാദിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാർഗിൽ മലനിരകൾ വളരെ കാലേകൂട്ടി പട്ടാളങ്ങൾ കയറുകയും അവിടെ തമ്പടിക്കുകയും, അത് നമ്മുടെ പട്ടാളക്കാർക്ക്, അത് മലനിരകൾ അതുപോലുള്ള വൈഡായിട്ടുള്ള മലനിരകളാണ്, വളരെ പ്രയാസമാണ് അവിടെ. അത് നമ്മുടെ പട്ടാളക്കാരെ അറിയിക്കുന്നതിനകത്ത് ആട്ടിടയന്മാരുടെ ഒരു പങ്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് മനസ്സിലാവുന്നത്. മനസ്സിലായതിനു ശേഷം അവർ പെട്ടെന്ന് കയറി വന്നിട്ടുള്ളതല്ലാത്തതുകൊണ്ട് അവർ അവിടെ വളരെ ദീർഘകാലമായിട്ട് കയറി വളരെ കൃത്യമായ ഒരു പൊസിഷനിങ്ങും അല്ലെങ്കിൽ തമ്പടിച്ചതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് വളരെ നല്ല രീതിയിൽ യുദ്ധം ചെയ്യാൻ സാധിച്ചു. യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കത്തക്കോണം യുദ്ധം ചെയ്യാൻ സാധിച്ചു. നമുക്ക് വളരെ പ്രയാസപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളവും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ യുദ്ധം ചെയ്താൽ നമുക്കറിയാമല്ലോ, പരയെടുക്കുമ്പോൾ തന്നെ അവന്മാർ ഈ ഇന്ത്യ പട്ടാളം ചവിട്ടുമ്പോൾ അപ്പുറത്ത് നിൽക്കാമെങ്കിൽ തറയിൽ വീഴുന്ന രീതിയിലുള്ള, അത് രണ്ട് പട്ടാളം തമ്മിൽ ഭയങ്കര കായികമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. എല്ലാ രീതിയിലും വളരെ വ്യത്യാസമുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള പട്ടാളം ഇന്ത്യയുടെ. അപ്പോൾ ഇത് യുദ്ധം നമുക്ക് താഴെ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. മലനിരകളിൽ നിന്ന് താപ്പോട്ട് അറ്റാക്ക്, ഒരുത്തം മേലിൽ നിന്ന് താപ്പോട്ട് കല്ലെടുത്തെറിഞ്ഞാൽ താഴെ നിന്ന് മേപ്പോട്ട് കല്ലെടുത്തെറിയുന്ന സ്ട്രെയിൻ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ മുകളിൽ നിന്ന് വളരെ കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ കൃത്യമായ പോയിന്റുകളിൽ നിന്ന് നമ്മളെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉണ്ടാവേണ്ടി വന്നത്. നമുക്ക് ഒന്ന് സഹായിക്കാൻ അമേരിക്കയുടെ സഹായം ഉണ്ടെന്ന്, പക്ഷേ അമേരിക്ക പല സമയങ്ങളിലും നമുക്ക് വേണ്ട വെടിക്കോപ്പുകൾ തരാതെ നമ്മളെ പറ്റിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അതായത് ഞാനീ പറഞ്ഞു വന്നത്, ഈ യുദ്ധത്തിൻ്റെ കാര്യം ഇപ്പം വെളിപ്പെടുത്തുന്നതിനകത്ത് ജോണ് പറഞ്ഞതുപോലെ ഒന്നുകിൽ അബദ്ധം പറ്റിയതാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞതാകാം. അപ്പം ഇതുവരെ പറയാതിരുന്നതെന്ന് പറഞ്ഞാൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനും എല്ലാം രാജ്യാന്തര കരാറുകളും നയതന്ത്ര വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതുവരെ പറയണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണോ, ഇപ്പം പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പാകിസ്ഥാന് തോന്നി, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണോ എന്നറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പറയാനുണ്ടായ കാര്യങ്ങളെ പറ്റി വളരെ ദീർഘമായിട്ട് ആലോചിക്കേണ്ടത്. അതെന്തായാലും ഇവിടെ നിൽക്കട്ടെ. ഏതായാലും ആ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളുടെ ഭാഗം, അല്ലെങ്കിൽ യുദ്ധം ശരിയല്ല, തീവ്രവാദി ആക്രമണമാണെന്നൊക്കെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമാണെങ്കിൽ താക്കീത് കൊടുക്കാൻ പറ്റും. അപ്പം വേണ്ട രീതിയിലുള്ള ഇപ്പം ഈ നടത്തുന്നത് പോലെ തന്നെ ഇപ്പോഴാണല്ലോ കൂടുതൽ ഇന്ത്യ ദൃഢമായിട്ടും, അല്ലെങ്കിൽ ഇന്ത്യ പോയാൽ ആ പോക്ക് ലക്ഷ്യത്തിലെത്തും എന്നുള്ള രീതിയിൽ വന്നത്. അന്ന് ഇന്ത്യ ശിലിത ഇത്ര അല്ലല്ലോ, നമ്മൾ ഇത് ഫിറ്റല്ല എന്ന് വെച്ചാൽ വളരെ ഇതിനെയൊക്കെ അപേക്ഷിച്ച് വളരെ ദരിദ്രമാണല്ലോ, ശിഥിലമായ ഇന്ത്യ. അപ്പം അന്നും ഇതിനെ നിരന്തരം ആക്രമിച്ച്, അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉപയോഗിച്ച് ആക്രമിച്ച് നമ്മളെ ശകലം ഒന്ന് ഉയർന്നു വരുമ്പോൾ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ട് എന്തും വേണ്ടി തകരും, ആ രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇപ്പം അത് പറയിച്ചതാണെങ്കിൽ ഇനിയൊരു യുദ്ധത്തിന് വേണമെങ്കിൽ തയ്യാർ എന്ന് പാകിസ്ഥാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് വായിക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞാൽ അപ്പം പറഞ്ഞല്ലോ, അന്ന് നമ്മളോട് എന്തിനു യുദ്ധം ചെയ്തു, അപ്പം നമ്മൾ തിരിച്ചടിക്കുമെങ്കിൽ അടിച്ചോട്ടെ, പാകിസ്ഥാൻ നമ്മളെ അന്ന് അടിച്ചതല്ലേ, അപ്പം വേണമെങ്കിൽ അപ്പൊ ഏത് രീതിയിലും ഇന്ത്യയെ കൊണ്ട് ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഒരു യുദ്ധം ഉണ്ടാക്കി
കാരണം ഈ പാകിസ്ഥാൻ ഇനിയൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അതേ അവസ്ഥയിൽ തന്നെ പശ്ചിമ ബംഗാളിനെ കൊണ്ടെത്തിച്ചു. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. ഇന്ത്യയെ നഷ്ടപ്പെടുത്തുന്നതിന് വേറെ ചില രാജ്യങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയേ മതിയാവുമെന്ന് പറഞ്ഞ വേറെ ചില രാജ്യങ്ങൾ നിൽക്കുകയാണ്. അവരുടെ ആയുധമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നിൽക്കുന്നത്. അപ്പം ഈ ഒരു പ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ ഇതിന് ചില രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാവും. അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അബദ്ധം പറ്റിയതാവാം. മനസ്സിലാവുന്നുണ്ട്. അത് കാർഗിൽ യുദ്ധത്തിൽ നമ്മളെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലതിനകത്തും പറയും ആ യുദ്ധത്തിൽ നമ്മളെ സഹായിച്ച ഇസ്രായേൽ. ഇപ്പൊ ചില ആൾക്കാരൊക്കെ കോടതിയിൽ ചെന്നും അല്ലെങ്കിൽ ഹമാസിനെ സഹായിക്കുന്നൊക്കെ പറഞ്ഞ് റിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും സമാധാനത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കരുതല്ലോ. ലോകത്തിലെ ഏറ്റവും മോശമായ രാജ്യമാണ്, അല്ലെങ്കിൽ ആൾക്കാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അവിടെ മാത്രമേ ഉള്ളൂ സ്ത്രീകളും കുഞ്ഞുങ്ങളും. ഈ പാലസ്തീനിലും ഹമാസിന്റെ കൂട്ടത്തിലും വേറെ യുദ്ധം നടക്കുന്ന റഷ്യ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇല്ല. ബാക്കി സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നിടത്ത് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇല്ല. ഇവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു, അതിന് അമേരിക്ക ആയുധം കൊടുക്കുന്നു. അന്ന് നമ്മളെ സഹായിച്ച ഈ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ഈ യുദ്ധം ധാരാളം പേര് നമുക്ക് മരിച്ചു. ഇവർ ഈ പറയുന്ന ആയിരക്കണക്കിനില്ലെങ്കിലും ഒരു 10, 300, 400 പേരെങ്കിലും നമ്മുടെ മരിച്ചിട്ടുണ്ടാവും. അത്രയും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും പേരുടെ മരണത്തിന് കാരണമാക്കിയ യുദ്ധം, ആ യുദ്ധത്തിൽ നമ്മളെ ജയിക്കാൻ സഹായിച്ച ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഇടപെടലിനകത്ത് യാതൊരു കള്ളത്തരവും ഇല്ലായിരുന്നു. ഇസ്രായേൽ കൃത്യമായിട്ട് നമുക്ക് ആയുധങ്ങളൊക്കെ തന്നു, വിമാനം തന്നു, പൈലറ്റുമാരെ തന്നു, ബോംബിങ്ങിന് വേണ്ടി നമുക്ക് പരിശീലനം തന്നു, ബോംബ് ഫിറ്റ് ചെയ്ത് തന്നു, ടെക്നീഷ്യന്മാരെ കൂടെ വിട്ടു, കൂടെ നിന്ന് യുദ്ധം ചെയ്തു, ആ യുദ്ധം ജയിപ്പിച്ചു. അന്നുണ്ടാക്കിയ കരാറാണ് നമ്മൾ അവരുടെ ആയുധം ഇവിടെ പണിയുന്നതിന് വേണ്ടി. അത് ഇന്ത്യയെ കൊണ്ടുവച്ച് പണിഞ്ഞോളാൻ പറഞ്ഞു, ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു. ഇന്ത്യയെ കൊണ്ടുവച്ച് പണിയുന്നതുകൊണ്ട് ഇസ്രായേലിനുള്ള ഗുണം, നമുക്കല്ലേ ഗുണം. ഇവിടെ വെച്ചൊരു ഇപ്പം ജോണിന്റെ വീടിന്റെ അടുത്തൊരു വ്യവസായം തുടങ്ങുക, ആ പരിസരം മൊത്തം ആ വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ആവില്ലേ എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ച് ആ ഡെവലപ്മെന്റ്സ് ഇന്ത്യയിലല്ലേ ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ആയുധം അവിടെ കൊണ്ട് കൊടുക്കുന്നതിനും നമുക്കാരാണ്. അപ്പൊ ആ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്ക് വലുതാണ്. അതിനിപ്പോൾ കിടന്ന് ഈ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്നും അതെല്ലാം ഈ നമ്മൾക്ക് വേണ്ടി കാര്യം പറയുമല്ലോ, വേറെ ആൾക്ക് വേണ്ടി അച്ചാരം മേടിച്ചിട്ട് കാര്യം പറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ കാർഗിൽ യുദ്ധം, ആ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ പാകിസ്ഥാൻ നേരിട്ട് യുദ്ധം ചെയ്യുവാണെന്ന് നമുക്കറിയാമായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ഇത്തരത്തിലൊരു വലിയ യുദ്ധം നയിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാമായിരുന്നു. ആ യുദ്ധം പാകിസ്ഥാൻ നേരിട്ട് ചെയ്തതെന്ന് നമ്മൾ പലവട്ടം പല അന്താരാഷ്ട്ര വേദികളിലും പറഞ്ഞതാണ്, ഉന്നയിച്ചതാണ്. അപ്പൊ അത് പാകിസ്ഥാൻ അന്ന് സമ്മതിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമ്മതിച്ചു തരുന്ന ഒരവസ്ഥ വരുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു അബദ്ധമാകാം, അല്ലെങ്കിൽ ഇതുവരെ പറയണ്ട എന്ന് പറഞ്ഞിരുന്ന രാജ്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന്. എന്തുവായാലും ഈ പറച്ചിലിനകത്ത് അബദ്ധമല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു സന്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്ന് നാളെ കാലത്ത് നമുക്ക് കാണാം. ഇതിപ്പോൾ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ യുദ്ധത്തിലും ഇവർ പരാജയപ്പെട്ട് പോയ ആളുകളാണ്. ഇദ്ദേഹം 1948 കാര്യം പറയുന്നു, 65 കാര്യം പറയുന്നു, 71 കാര്യം പറയുന്നു. പിന്നീട് 99 കാർഗിലിൽ വന്നപ്പോൾ അവിടെയും അവരൊരു മേൽക്കോയ്മ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അവർ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഈ യുദ്ധങ്ങളിലെല്ലാം ഇവർ പരാജയപ്പെടുകയായിരുന്നു. ഈ നേരിട്ട് യുദ്ധം ചെയ്താണ് 71, 48, 65 ഒക്കെ നേരിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. 99 വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഇതുവരെ ഇവർ പറഞ്ഞിരുന്നത് പോലെ തീവ്രവാദികൾ പട്ടാള വേഷത്തിൽ വരികയായിരുന്നു, ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞത് അത് തിരുത്തി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ പ്രസ്താവന. അദ്ദേഹം നമ്മൾ സംസാരിച്ച പോലെ മനഃപൂർവ്വം പറഞ്ഞതാണോ അബദ്ധം പറ്റിയതാണോ എന്ന്, എന്തായാലും ഞങ്ങൾ ഇത് യുദ്ധം ചെയ്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധം അത് ലോകമെമ്പാടും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലായ കാര്യമാണ്. അവർ ഇതുവരെ സമ്മതിച്ചു തന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവർ സമ്മതിക്കുന്നു, ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് അവർ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് യുദ്ധത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മതിച്ചു കഴിയുമ്പോൾ യുദ്ധ നിയമങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വേദിയിലൊക്കെ ഈ അതിൻ്റെ അതിപ്പോൾ യുദ്ധം കഴിഞ്ഞു പോയി, എന്നാൽ പോലും അവർക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഞങ്ങളായിരുന്നു പിന്നിൽ എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയാം, പക്ഷെ അതിനകത്തുള്ള ലാഭവും നഷ്ടവുമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോഴും സമ്മതിക്കേണ്ടതായിട്ടില്ലല്ലോ. കാരണം ജയിച്ചെങ്കിൽ മതിയല്ലോ, യുദ്ധം അവര് നയിച്ചതാണെന്ന് ഇപ്പൊ പറയാതെ പറയുമ്പോൾ അതിനകത്ത് അല്പം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അബദ്ധം പറ്റിയതാണോ, അല്ലെങ്കിൽ ഇത്രയും യുദ്ധത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമ്മളുടെ ആൾക്കാർ മരിച്ചു പോയ ഒരു യുദ്ധം, അപ്പോൾ ഞങ്ങൾ ആ യുദ്ധം ചെയ്ത് ഇനിയും യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ എന്തോ അതിനകത്തൊന്ന് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ആരോ പറയിച്ചതാണ്, അതാരാണ്
ഒക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. കാരണം എങ്ങനെയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്ന് സജ്ജമാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയെ കൊണ്ടൊരു യുദ്ധം ചെയ്യിക്കുക, ഇതൊക്കെ പലരുടെയും താല്പര്യമാണ്. അതിനുവേണ്ടി പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും അത് നമ്മൾക്കറിയാമായിരുന്നു, ലോകത്തിന് മുഴുവൻ അറിയാമായിരുന്നു, ഇവർ പറഞ്ഞില്ലെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.